ഇന്നത്തെ നമ്മളെ വീഡിയോ മരണപ്പെടാൻ സാധ്യതയുള്ള മയോണൈസ് ഉണ്ടാക്കുന്നതും മരണപ്പെടാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത മയോണൈസ് ഉണ്ടാക്കുന്ന കേട്ടോ. ഇങ്ങനെ പറഞ്ഞാൽ ക്ഷമിക്കണം, ഇന്നത്തെ വിഷയം ഇതായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വിഭാഗത്തിൽ മയോണൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. മുട്ട ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന് അപകട സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു. എന്തായാലും ആദ്യം തന്നെ നമുക്ക് മുട്ട ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മയോണൈസ് ഉണ്ടാക്കാം എന്നുള്ളതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. കോഴിമുട്ട നമ്മൾ ഒന്നെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ പൊട്ടിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടാമതായിട്ട് വെളുത്തുള്ളി 2 അല്ലി എടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തായിട്ട് 1/2 ടീസ്പൂൺ ഷുഗർ, പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നീട് നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വിനീഗർ എന്ന് പറയുന്ന സുർക്ക 1 ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തു. അടുത്തായിട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇത് 3 പ്രാവശ്യമായിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, അതിനുശേഷം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക, അതിനുശേഷം വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുക്കുക, വീണ്ടും അടിച്ചു കൊടുക്കുക. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം നമ്മുടെ മയോണൈസ് റെഡിയായോ എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ കിഡിലൻ മയോണൈസ് റെഡി ആയിരിക്കുകയാണ്. ഇതുവരെ എല്ലാവരും ഒരുവിധ ആളുകളൊക്കെ ഇതുപോലെയാണ് ഉണ്ടാക്കിയിരുന്നത്. ഹോട്ടലുകളിലും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് മുട്ട ഉപയോഗിച്ചുകൊണ്ടുള്ള മയോണൈസ് എന്നുള്ളത്. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ശരിക്കും പറയുകയാണെങ്കിൽ ഈ മുട്ട ഉപയോഗിച്ചുകൊണ്ടുള്ള മയോണൈസിൽ ശരിക്കും നമുക്ക് അപകടമുണ്ടോ എന്നുള്ളത് കൂടി പറഞ്ഞുതരാം കേട്ടോ. സാൽമോണല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഈ ഒരു പച്ചമുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഉപയോഗിക്കാതെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപകട സാധ്യതയുണ്ട്. ഛർദിയും വയറിളക്കൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ. 2 മണിക്കൂറിലധികം നമ്മൾ ഫ്രിഡ്ജിന് പുറത്ത് വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പച്ചമുട്ട ഉപയോഗിക്കാത്ത മയോണൈസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കിയാലോ. അതിനായിട്ട് പാല് 1/4 കപ്പ്, സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ്, പാലിൻ്റെ നേരെ ഇരട്ടി സൺഫ്ലവർ ഓയിൽ വേണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് രണ്ടും റെഫ്രിജറേറ്ററിൽ 1/2 മണിക്കൂർ നമ്മൾ സെറ്റ് ആവാനായിട്ട് വെക്കണം കേട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഷുഗർ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നീട് നമ്മൾ ഉപ്പ് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളുള്ളി 1 അല്ലി എടുത്തതിന് ശേഷം 2 പീസാക്കി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ നീര് 1 ടീസ്പൂൺ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് മൊത്തമായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മയോണൈസ് ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ കോഴിമുട്ടയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഈ ഒരു മയോണൈസ് ഇല്ല. പക്ഷേ ടേസ്റ്റ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് കോഴിമുട്ട ഉപയോഗിച്ചിട്ടുള്ളത് തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് പച്ചമുട്ട ഉപയോഗിക്കാതെ തന്നെ മയോണൈസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. എന്തായാലും റിസ്ക് എടുക്കണ്ട, ഇതേപോലെ ഉണ്ടാക്കിക്കോളി. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ ഇതിൻ്റെ താഴെ അറിയിക്കുക. കാരണം ഈ ചാനലിൽ ചർച്ച ചെയ്ത് ഇപ്പോൾ മയോണൈസ് തന്നെ നമ്മളെ കൊല്ലാൻ വന്നതാണ് എന്നുള്ള രീതിയിലാണ്. എത്രയോ കാലമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണമാണ് മയോണൈസ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രശ്നം അല്ലെങ്കിൽ 2 മണിക്കൂറിൻ്റെ അധികം വെച്ചതുകൊണ്ടുള്ള എന്തെങ്കിലും വിഷയമായിരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലായിട്ട് അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.